അവർ ഭയങ്കര ഒരുപാട് കാത്തിരുന്നൊരു കല്യാണമാണ് എൻ്റെ കല്യാണം, എല്ലാ അച്ഛനമ്മമാരെയും പോലെ. അപ്പം അവർക്ക് ഭയങ്കര ആരുമല്ല കാര്യത്തിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര നല്ലൊരു മകനാണ്, അത് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. ആരമല്ല ഫാമിലിയുടെ ആയിരിക്കും ഭയങ്കര രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. രണ്ടുപേരുടെ ആദ്യത്തെ പെട്ടെന്ന് അപ്പൊ ഞാൻ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ട്രെയിൽ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന സംഭവം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരും എന്നൊക്കെ. ചേട്ടാ മാറേട്ടാ, എൻഗേജ്മെന്റ് ആണ്, സമയമില്ല. അഞ്ജന ഭയങ്കര കുസൃതിയായിരുന്നു. അവള് കുറച്ചും കൂടി മെച്ചുവേർഡാണ് എന്നേക്കാളും. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ലൈഫിൽ നമുക്ക് തമ്മിൽ അറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് വിളിക്കുന്ന അഞ്ജന. ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം അങ്ങനെ ഫേക്ക് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്ത. എനിക്ക് എന്നെക്കാളും ചിരിക്കുന്ന ആദ്യമായിട്ട് ഒരാളെ കാണുന്നതാണ്. ഞാൻ ഭയങ്കര ചിരിയാന്ന് എല്ലാരും പറയാറുണ്ട്. അപ്പൊ എന്നെക്കാളും പുള്ളി ചിരിക്കും, അത് ഞാനും പുള്ളി ഭയങ്കര ചിരിയാണ്. അതുപോലെ എന്നോട് സംസാരിക്കും. ഞാൻ അത്യാവശ്യം ഭയങ്കര വാചകമെന്ന് എല്ലാവരും പറയും. എനിക്ക് ഭയങ്കര പ്രയോറിറ്റി തരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇപ്പം കുഞ്ഞു ഡ്രസ്സിന്റെ കാര്യമായാലും ഒരുങ്ങുന്ന കാര്യമായാലും ഇപ്പൊ എൻഗേജ്മെന്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ പുള്ളി എല്ലാ ഇഷ്ടങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി. അഞ്ജനയുടെ എൻഗേജ്മെന്റ് എനിക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര എന്താ, അഞ്ജനനെ ആലോചിക്കുമ്പോഴേ അഞ്ജനയുടെ ചിരിയാണ് എപ്പോഴും, അല്ലേ? എപ്പോഴും ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. പൂവിലിൽ പുലർവേളയിൽ ജയദേവഗീതാ ആഗ്രഹമായിരുന്നു എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ഡ്രസ്സ് ഇട്ടിട്ട്. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ കയറാൻ നോക്കിയപ്പോൾ കയറാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെച്ച് ആ ആഗ്രഹം ഡ്രോപ്പ് ചെയ്യണം. ഫൈനലി ഡ്രൈവിംഗ് കമ്പനി ആകുന്നത് ഒരു
കോവിഡ് ലോക്ക്ഡൗൺ ടൈമിൽ കോവിഡ് 2020 എൻ്റെ ബർത്ത്ഡേക്ക് ആരോമൽ എനിക്ക് ഫേസ്ബുക്കിൽ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് ഇട്ടു, എല്ലാവരും ഇടുന്ന പോലെ. അപ്പോൾ ഞാൻ താങ്ക് യു പറഞ്ഞു. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി UK പോയി. അപ്പോൾ പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആരോമലിനെ വിളിച്ച് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ആരോമലിനെ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ഭയങ്കര കമ്പനി, വീണ്ടും പണ്ടത്തെ പോലെ വീണ്ടും കമ്പനി. അപ്പോൾ പുള്ളി ദന്തസ്റ്റ്. അപ്പൊ എന്റെ പല്ലിലൊരു ക്യാവിറ്റി ഉണ്ടായിരുന്നു. ക്യാവിറ്റി ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ആരോമലിന്റെ ക്ലിനിക്കിൽ പോയി. അപ്പൊ അലയും ഇടാൻ വേണ്ടി ഓരോ ഈ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ തവണ ക്ലിനിക്കിൽ പോയി. അപ്പൊ എന്നോട് അച്ഛൻ ചോദിച്ചു, ഡോക്ടർ എങ്ങനെയുണ്ട്? അപ്പൊ അച്ഛൻ ചോദിച്ചു ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് നാണായി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒക്കെ വീട്ടുകാർ സംസാരിച്ചു. വീട്ടുകാരെ ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല, ഓക്കെ വന്നു. അപ്പൊ അവർ ഓക്കെ വന്നപ്പോൾ ഞങ്ങള് ഓക്കെ എന്നാൽ കല്യാണം കഴിക്കാം. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറി. ആരോമലിനെ കുറിച്ച് അറിയാൻ ഭയങ്കര ഫണ്ണാണ് ആള്, ഭയങ്കര ചില്ലാണ്. എന്നെക്കാളും ചിരിക്കുന്ന ആദ്യമായിട്ട് ഒരാളെ കാണുന്നത് ആരോമലിനെ. ഞാൻ ഭയങ്കര ചിരിയാന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം എന്നെക്കാളും പുള്ളി ചിരിക്കും, അത് ഞാനും പുള്ളിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെക്കാളും സംസാരിക്കും. ഞാൻ അത്യാവശ്യം ഭയങ്കര വാചകമെന്ന് എല്ലാവരും പറയും, എന്നെക്കാളും പുള്ളി വാചകം. അപ്പൊ ഞാൻ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ട്രെയിൽ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്ന സംഭവം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരും എന്നൊക്കെ. പിന്നെ മറ്റേ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പയ്യനും പെണ്ണിന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ഭയങ്കര കോമഡിയാണ്. സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ പോയോ ഒഴിയുന്നു കാലമേറെ കാതലാകുമീ പിറൻ കുഞ്ഞു പൂവിലേ നീ പൊൻകണം പറയുകയോ കിനാവിലെന്റെ കണ്ണ് മൂടിവാ നാമേറെ മാറിയെങ്കിലും കാലം കഴിഞ്ഞു
കോർത്ത മുത്തുപോലെ വാ നിലോലമാ തഴുകിയോ അകലുന്നുവോ നീറുമെന്നിൽ തെന്നലാകുമീ രാവിൻ മഞ്ഞുകൂട്ടിലേ പൊൻകണം മറയുകയോ മിഴി നിറയുകയോ നീ എന്നിലെഴുതിയ വരികൾ രണ്ടായി പിരിഞ്ഞൊരു വഴികൾ മറയുകയോ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ അംബുജലോചന കംഭുശുഭഗ്രീവ അംബുജലോചന കംഭുശുഭഗ്രീവ ബിംബാനന ചന്ദ്ര ബിംബാനന ചാമ്പയനാസാഗ്ര ലഗ്ന സുഭൗതിക ലഗ്ന സുഭൗതിക താരക ചന്ദ്ര ജനിത മദന താരക ചന്ദ്ര ജനിത മദന മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ ഭയങ്കര എനർജറ്റിക് ആണ്, എപ്പോഴും ഭയങ്കര ചിരിയാണ് മുഖത്ത്. അഞ്ജനനെ ആലോചിക്കുമ്പോഴേ അഞ്ജനയുടെ ചിരിയാണ് എപ്പോഴും, അല്ലേ? എപ്പോഴും ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. അഞ്ജനയുടെ എൻഗേജ്മെന്റ് എനിക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അഞ്ജനയ്ക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യത്തെ അഞ്ജനയുടെ ഒരു വിവാഹ നിശ്ചയത്തിനാണ് ഇവിടെ അയക്കുന്നത്. അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണിന്ന്. എല്ലാവരുടെയും മുമ്പാകെ ഒറ്റ മനസ്സായി ജീവിക്കാൻ അറിയിച്ച ഈ ധന്യദിനത്തിൽ സാക്ഷ്യം വഹിക്കാനാണ് നാം എല്ലാവരും ഇവിടെ അയക്കുന്നത്.
So, two loving hearts getting together, united and making a promise to be in love forever. ഈ ഒക്കേഷൻ ഏറ്റവും ഭംഗിയാക്കേണ്ടത് നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും തന്നെയാണ്. കുറേ നാളത്തെ സ്നേഹത്തിൻ്റെയും കുറേ നാളത്തിൻ്റെ പ്രാർത്ഥനയുടെയും അനുഗ്രഹമായാണ് ഇന്ന് അവരിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. സോ അവരുടെ അനുഗ്രഹങ്ങൾ മേടിക്കുവാണ്. നമ്മുടെ അനുഗ്രഹങ്ങളും അവർക്കും വേണം. സോ നമ്മൾ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒക്കേഷൻ നമ്മൾ ഒഫീഷ്യലി ഇവിടെ സ്റ്റാർട്ട് ആകാൻ പോവാണ്. ഇവിടെ ചേരുന്നത് ശരിക്കും 2 ഹൃദയങ്ങൾ മാത്രമല്ല, 2 കുടുംബങ്ങൾ കൂടി ഇവിടെ ചേരുവാൻ പോവുകയാണ്. So, let us welcome our beautiful stunning bride Anjana, the father Mohanakumar, Amma Anida and the sister Dr. Anju Mohan to this lovely podium. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വീകരിക്കാം. Our stunning bride is here on the podium. Happy to see your face. ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്, നമ്മുടെ ഡോക്ടർ ആരോമൽ ഇല്ലാണ്ട്. സോ ഐ വെൽക്കം ദ ഗ്രൂപ്പ് ഡോക്ടർ ആരോമൽ ആൻഡ് ഹിസ് ഫാദർ അനിൽകുമാർ, അമ്മ ജയ ആൻഡ് ദ ലവ്ലി സിസ്റ്റർ ഗോപിക ടു ദി പോഡിയം. വെൽക്കം. കയ്യടികളോടെ സ്വീകരിക്കാം നമുക്ക് അവരുടെ പ്രത്യേക ദിവസമാണെന്ന്. സോ ലെറ്റ് us welcome the most stunning and the lovely bride and the groom. Parents are ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്, മോർ ദാൻ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം. സോ ഹാപ്പി ഫോർ ദാറ്റ് ഗൈസ്. സോ നമ്മൾ ഒഫീഷ്യലി നമുക്കിനി ഇവരുടെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവാണ്.
ഉണരുക നീ മനസ്സേ മറുകര ഇനി എവിടെ അവളുടെ പുലരി വരെ തുഴയുമോ നീ തനിയേ ഹൃദയമേ നിൻ താളം താനെ മാറുന്നെന്തിനോ എന്തിനോ അരികിലാ കൺമുന്നിൽ ലോകം പാടെ മാറിയോ ഇന്നീ നിമിഷം അലയുന്നേതോ മുകിലായി മേലെ തോരാതെന്നിൽ പെയ്യുന്നെന്തിനോ മിഴികൾ ചിമ്മും നിമിഷം പോലും കണ്ടു നിന്നെ മാത്രം പ്രണയമിതാണോ കാണാനുള്ളിൽ കൂടുന്നുണ്ടേ മോഹം അതിരുകളറിയാമോഹം തോരാതെ പൂമാരി പെയ്യുന്നുണ്ടെന്നാലും തീരാതെ പോകും നെഞ്ചിന്താഹം ചെമ്പരത്തിക്കവിളോരം പൂക്കുന്നേതോ ജാലം മലർവനിയൊരുക്കുന്നു കാലം ചുണ്ടോരം തേനൂറും മൊഴിയുതിരുമ്പോൾ തൂകുന്നുണ്ടേ കൂയിൽ പോലും മൗനം നിൻ കൺകളിൽ എൻ സന്ധ്യ തൻ അനുഭൂതിയുണരും വരെ നിൻ ജീവനിൽ നിഴലാകുവാൻ തുടരുന്നിതൻ ജ്ഞാനമേ ഉണരുക നീ മനസ്സേ മറുകര ഇനി എവിടെ അവളുടെ പുലരി വരെ തുഴയുമോ നീ തനിയേ ഉണരുക നീ മനസ്സേ മറുകര ഇനി എവിടെ അവളുടെ പുലരി വരെ തുഴയുമോ നീ തനിയേ तेरी होके मरा जिंद जान करा तेरी होके मरा जिंद जान करा हीरिए 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 नींदावे टुट टुट गईया चुन्नी मैं तारे रहिया सोचा विच तेरिया पईया हानिया सारी सारी रात जगावे यादां नू जिक्र तरावे आए क्यों ना आए सुभावे हानिया तेरी होके मरा जिंद जान करा तेरी होके मरा जिंद जान करा हीरिए 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 छेती आ छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे छेती आ छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे जद भी तनु तकदी आवे अखियां भी शुक्र मनावे कोले आ दूर न जावे हानिया पलकां दी करके छावां दिल दे तनु कोल बिठावां तक तक तनु खैरा पावां हानिया तेरी तेरी
केसर केसर महके रेशम रेशम लागे रे दिल चंपई चंपई बांधे सिंदूरी से धागे रे सुनो कनमनी सुनो कनमनी शहनाई सी बाजे रे सावनी सावनी तेरी आँख में बांधनी से ख्वाब रे खनक खनक गई हंसी हंसी तेरी कनक कनक धरा हुई अभी अभी नीला पवन मुखम तेरे मृद सदा गणम पवन पुरिंगद मन केसर केसर महके रेशम रेशम लागे रे दिल चंपई चंपई बांधे सिंदूरी से धागे रे ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് ഗോർജിയസ്. എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെയാണ്. കുഞ്ഞിലെ അഞ്ജന എപ്പോഴും എൻ്റെ കൈ പിടിച്ച് മാത്രമേ നടക്കാറ്. എപ്പോഴും എൻ്റെ കൂടെയാണ് അഞ്ജന നടക്കാറ്. വീട്ടിലായാലും അമ്മേനേക്കാളും കൂടുതൽ എൻ്റെ അടുത്താണ് ആൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. അഞ്ജന ഭയങ്കര കുസൃതിയായിരുന്നു. അവള് കുറച്ചും കൂടി മെച്ചുവേർഡാണ് എന്നേക്കാൾ. എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും. ലൈഫിൽ നമുക്ക് തമ്മിൽ അറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല. രണ്ടുപേരെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് വിളിക്കുന്നത് അച്ഛനാണ്.